യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 22-ാം തിരുവചനം. കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. നമ്മൾ ദൈവത്തോടുകൂടിയായിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ മുന്നിൽ എളിമപ്പെട്ട് കഴിയുമ്പോൾ, ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ദൈവത്തിൻ്റെ നിയമങ്ങൾ നമ്മൾ പാലിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവനാമത്തിൽ നമ്മൾ ദശാംശം നൽകുവാൻ തുടങ്ങുമ്പോൾ, ദൈവമക്കളായി തന്നെ ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ, ദൈവം അനുഗ്രഹമായി നമ്മൾക്ക് സമ്പത്ത് നൽകുന്നു. നീ ഈ ലോകത്തിലായിരിക്കുന്ന നിമിഷം നിന്റെ സമ്പത്തിൻ്റെ അളവ് കണ്ടാണ് ലോകം നിന്നെ ബഹുമാനിക്കുന്നത്. ആ സമ്പത്ത് നൽകിക്കൊണ്ട് ദൈവം നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമ്പോൾ അതിലൊരിക്കലും ദൈവം ദുഃഖം കലർത്തുകയില്ല. ലോകത്തിൻ്റെ രീതിയിൽ നമ്മൾ നടക്കുമ്പോഴാണ് ദുഃഖം നമ്മുടെ ജീവിതത്തിൽ നിറയുന്നത്. നമുക്ക് ദൈവത്തോടൊപ്പം യാത്ര ചെയ്യാം. ദൈവം നമ്മളെയും നമ്മളുടെ മക്കളെയും നമുക്ക് ചുറ്റുമുള്ളവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുവാൻ വേണ്ടി പ്രത്യേകം ഇന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം അനുഗ്രഹമായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ദൈവവുമായ ജീവനുള്ള കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം, ഏകരക്ഷകനായ യേശുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.